നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര. ഒരു പുഴുക്കുത്തോ ഇലയിലൊരു ഒരു തുളയോ ഒന്നുമില്ല. ഇതിന് ഞാൻ അടിച്ചു കൊടുക്കുന്ന നീം ഓയിൽ മിക്സ് മാത്രമാണ്. ഓർഗാനിക് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവരെ ഞാൻ വളർത്തിയെടുക്കുന്നത്. പിന്നെ സ്ലറി ഒഴിച്ചു കൊടുക്കും. ഓർഗാനിക് സ്ലറിയാണ്, അത് നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഉള്ളത് ചാണകപ്പൊടിയാണ്. പിന്നെ ഉള്ളത് ചാരം. ഈ കരികല കുറേയേറെ നമ്മൾ കൊണ്ട് റിങ്ങിലിനും അത് കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരം. എല്ലാം ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളും വളങ്ങളും മാത്രമിട്ടാണ് എൻ്റെ പച്ചക്കറികളും വളരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ് എൻ്റെ ചീര. ഇവരുടെ കൂടെ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇവർക്ക് നമ്മളോട് പരാതികളില്ല, പരിഭവങ്ങളില്ല. അവർക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. വായു ചക്കര വായു. അമ്മയുടെ ചാർലിക്കുട്ടിന് ആകെയുള്ള ആവശ്യം ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കണം. പൊന്നാണേ, അമ്മയുടെ മുത്താണേ, ചക്കര മോനാണേ. ഇവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഈ തുണി. ഇതുമായിട്ടാണ് ഇവന് എല്ലാ ദിവസവും പോകുന്നത്. പോകാം, കൂട്ടിക്കയറാം. വാ കൂട്ടിക്കയറ്. കേടാ, അത് മറന്നിട്ട് അവനൊരു കളിയില്ല. ആടെ കൊണ്ടുപോകുന്നു. കൂട്ടിക്കയറിക്കേ, പാല് തരട്ടെ. കൂട്ടിക്കയറ്, ബാ. ഗുഡ് ബോയ് അല്ലേ, ഗുഡ് ബോയ്. കൂട്ടിക്കയറിക്കേ, പാല് തരട്ടെ. പാലും മുട്ടേ ഉണ്ട് ചാർലിക്കുട്ടിന്. വായോ അമ്മയുടെ ചക്കര, വായോ. ബാ കേറ്, കൂട്ടിക്കയറ്. കേറി. ഇനി മതി. ഇനി പാല് കുടിച്ചു. ഇനി ചോക്കുട്ടൻ വരട്ടെ. ചെല്ല് ചക്കര, ചെല്ല്. ബാ ഇങ്ങോട്ട്. ഹലോ, ഇവിടെ. ഗുഡ് ബോയ്, സ്മാർട്ട് ബോയ്. നിന്റെ തുണി വേണ്ടേടാ, മറന്നുപോയോ? ഒരാളെ കൂട്ടിക്കയറ്റി. അടുത്തയാളിതേ കാവലായിട്ട് ഗേറ്റിൽ തന്നെയുണ്ട്. ഇനി അടുത്തയാളുടെ കൂടമാണ്. വരൂ. അവൻ അവിടെ എങ്ങാനും മൂത്രം ഒഴിച്ചായിരിക്കും. ഓ, ചാർലി മൂത്രം ഒഴിച്ചോടത്ത് ഞാനും ഒഴിച്ചു. കയറി വാ, നമുക്കിനി ചീര പറിക്കാം. ഇന്നത്തെ തോരനുള്ള സാധനം ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചീരയാണ് പറിക്കുന്നത്. അപ്പോൾ ചീര മുറിക്കാനായിട്ട് വന്നാണ്. സ്വന്തമായിട്ട് വിത്ത് പാകി മുളപ്പിച്ച് എടുത്ത ചീരയാണ്. അങ്ങനെ ഞാനും ചോക്കുട്ടിനും കൂടെ ഇതാണ്ട് ചീര മുറിക്കുക. പൊന്നു വായോ. തീരെ താഴെ വെച്ച് മുറിക്കുന്നില്ല. ഇനിയും ഇത് തഴച്ചു വന്ന് നമുക്ക് ഇനിയും ഇലകളെല്ലാം ഉണ്ടായി എടുക്കാൻ പറ്റും. ചീര നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ ഇനിയുണ്ട്. ഇനി ഇതിനെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ മുറ്റിപ്പോവും. ഇത് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന്, ഹോർട്ടികോപ്പ് സൊസൈറ്റിയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ട് പാകി മുളപ്പിച്ച് നട്ടെടുത്ത ചീരയാണ്. സോ ഇവിടുന്ന് തന്നെ ഇത്രയും ചീര കിട്ടി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര. ഇന്ന് നമ്മൾ ഇത് തന്നെയാണ് തോരനെടുക്കുന്നത്. നമ്മുടെ പയറിൻ്റെ ഇടയ്ക്കും ഇത് നേരത്തെ നട്ട ചീരയായിരുന്നു. ഇവിടെ 2 ചോട് ചീരയുണ്ട്, അതും കൂടെ ഇങ്ങ് എടുത്തേക്കാം. ഇത് നമ്മുടെ പയറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ വളം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നല്ല റെഡിഷ് കളറാണ്, നല്ല റെഡാണ്. മറ്റേത് ഒരു ബ്രൗൺ റെഡും കൂടെ ചേർന്ന കളറാണ്. അപ്പം ഈ സൈഡിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ മുറിച്ചെടുത്ത ചീരയാണ് ഇത്രയും. എന്തൊരു സന്തോഷമാണെന്നറിയാമോ, നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തി ഉണ്ടാക്കി ഇന്ന് നമുക്കെല്ലാവർക്കും കഴിക്കുന്നത്. ഒരു പെസ്റ്റിസൈഡും അടിക്കാത്ത ഓർഗാനിക് വളം മാത്രം ഇട്ട് വെച്ച നല്ല ചീര. ഇന്നത്തെ ഒരു കറിക്ക് ഇത് ധാരാളമാണ്. അപ്പുറത്തും ചീര നിൽപ്പുണ്ട്, പക്ഷേ ഇന്ന് ഞാനത് പറിക്കുന്നില്ല. അതുകൂടെ ആയി കഴിയുമ്പോഴേക്കും ഇത് ഒത്തിരി ആയിപ്പോകും. സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ തോരൻ. ഞാൻ എൻ്റെ പച്ചക്കറികൾക്ക് അടിക്കുന്ന മരുന്നും
പെസ്റ്റിസൈഡ് എന്താണ് അല്ല ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡും വളങ്ങളും എല്ലാം ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തന്നിരുന്നു. ഇത് എൻ്റെ ഈ ചീരയിൽ ഒരെണ്ണത്തിന് പോലും ഒരിലയ്ക്ക് പോലും പുഴുക്കുത്തോ ഒന്നുമില്ല. ഇത് ഞാൻ നീം ഓയിൽ മിക്സ് മാത്രം അടിക്കുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം കമ്പൾസറി ആയിട്ട് അടിച്ചിരിക്കും. ഒരു പുഴുക്കുത്തോ ഒന്നുമില്ലാത്ത ഫ്രഷ് ചീര. പിന്നെ ഇതിനെല്ലാം എനിക്കുള്ള എൻ്റെ കമ്പാനിയനാണ്. എന്തിനും ഏതിനും എൻ്റെ കുഞ്ഞെനിക്ക് കൂട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് കൃഷി ചെയ്തത്. ചാർലി എനിക്ക് സഹായിച്ച് തരുന്നുണ്ട്, എന്നാലും ഇവനാണ് കൂടുതൽ സമയം എൻ്റെ കൂടെ ഉള്ളത്. കണ്ട അമ്മയുടെ മോന്, ഇതാണ് അമ്മയുടെ പൊന്നുമോൻ. ഇതേ അമ്മയും മോനുമാണ് ഇതിക്കറി ഉണ്ടാക്കുന്നതും നടുന്നതും. പുള്ളി 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കില്ല, എൻ്റെ കൂടെ ഫുൾ നടക്കും.